ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു കറിയാണ്. ഇതിന് പച്ചമാങ്ങ മധുര പച്ചടി എന്നാണ് പറയുന്നത്. ഇതിന് നല്ല രുചിയുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. എരിവും പുളിയും മധുരവും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഈ ഒരു കറി എന്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. ചോറിൻ്റെ കൂടെ, ഇഡ്ഡലി, നെയ്ച്ചോറ് എന്നിവയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഇതിനു വേണ്ടിയിട്ട് ഇടത്തരം വലിപ്പമുള്ള 3 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നല്ല പുളിയുള്ള മാങ്ങ നോക്കിയിട്ട് വേണം എടുക്കാൻ. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒന്ന് വലുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ല കനമുള്ള പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനിയൊരു ചട്ടി അടുപ്പിലേക്ക് വെക്കാം. ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂണ് ഉലുവാപ്പൊടി ചേർക്കാം. 20 മുഴുവനായിട്ടുള്ള കുരുമുളകിന്റെ മണി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കിയ ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് സാദാ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഈ മസാലപ്പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ഇട്ടിരിക്കുന്ന മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇനി മാങ്ങ മുങ്ങത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അച്ച് ശർക്കര പൊട്ടിച്ചത് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ചാറ് നന്നായിട്ട് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഒന്ന് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ഇപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി അവസാനമായി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ മധുര പച്ചടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. തീ ഓഫ് ആണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ചട്ടിയിലായതുകൊണ്ടാണ് ഇങ്ങനെ തിളയ്ക്കുന്നത്. വല്ലാതെ കുറുകാതിരിക്കാൻ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറക്കരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.